തുവരപ്പരിപ്പും നല്ല പുളിയുള്ള പച്ചമാങ്ങയും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ലളിതവും എളുപ്പവുമുള്ള പരിപ്പ് കറിയാണിത്. ചൂടോടെ ചോറിനൊപ്പം വിളമ്പാൻ ഏറെ അനുയോജ്യമായ ദക്ഷിണേന്ത്യൻ പ്രത്യേക വിഭവവും സൂപ്പായും കഴിക്കാവുന്ന രുചികരമായ കറിയും കൂടിയാണിത്. മാങ്ങാ പരിപ്പ് കറി ഒരു യഥാർത്ഥ തെലുങ്ക് വിഭവമാണെങ്കിലും ഇന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഏറെ ജനപ്രിയമായിരിക്കുന്നു. തെലുങ്കിൽ ഇത് മാമട്ടിക്കായ പപ്പു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ഇവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കാം. അതിനായി കുക്കറിൽ 1 കപ്പ് സാമ്പാർ പരിപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 കപ്പ് വെള്ളവും ചേർത്ത് 5 വിസിലിൽ പരിപ്പ് കുക്ക് ചെയ്യുക. ഇനി ഒരു പാൻ വെച്ച ശേഷം അതിലേക്ക് 1 പച്ചമാങ്ങ ഈ പരുവത്തിൽ കട്ട് ചെയ്ത് അതിലേക്ക് 6 പച്ചമുളക് 2ആയി കീറിയതും 1 കപ്പ് വെള്ളം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. പത്ത് മിനിറ്റിന് ശേഷം മാങ്ങയൊക്കെ ഒന്ന് വെന്ത് ഒരു സോഫ്റ്റ് പരുവമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക. ചേർക്കുന്നതിന് മുമ്പ് ഒരു വിസ്ക് വെച്ച് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്ത് സ്മൂത്ത് പരുവമാക്കണം. ഇതുപോലെ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാവുന്നതാണ്. ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി 5 മിനിറ്റ് സിമ്മിൽ വെച്ച് തിളപ്പിക്കുക. ഇപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായി ചെറിയ പരിപാടിയും കൂടെ ഉണ്ട്. അതിനായി ചെറിയ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ വടപ്പരിപ്പ്, 1 വറ്റൽമുളക് 2ആയി പൊട്ടിച്ചത്, 1 പിഞ്ച് കായപ്പൊടി, കുറച്ച് കറിവേപ്പില, ഇവയെല്ലാം ഒന്ന് മൂപ്പിച്ച് നമ്മുടെ പച്ചമാങ്ങ പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഫൈനലി 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്തിളക്കി നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഏവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.